തിരുവനന്തപുരം വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച പ്രതി ബെയിലിൻ ദാസിന് ജാമ്യമില്ല. പ്രതിയെ 12 ദിവസത്തേക്ക് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. പ്രതിയുടെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. വൈദ്യപരിശോധന പൂർത്തിയാക്കി പ്രതിയെ പൂജപ്പുര ജയിലിൽ എത്തിച്ചു. വിധി കേട്ട് കണ്ണു നിറഞ്ഞെന്ന് ശ്യാമിലി മീഡിയ വണ്ണിനോട് പറഞ്ഞു. കോടതിയുടെ തീരുമാനം എന്ത് തന്നെയായാലും ഞാനത് അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിമാൻഡ് ചെയ്തതിൽ കോടതി എൻ്റെ ഭാഗത്ത് നീതി കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് തീരുമാനമായാലും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അന്വേഷണം നടക്കുമല്ലേ, തുടർ നടപടികൾ എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. കേസുമായി മുന്നോട്ട് തന്നെയാണ്. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷിജോ, കോടതി എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് ഈ വിഷയത്തിൽ നടത്തിയത്? നൗഫൽ, ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിന് ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11 എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു ദിവസമെങ്കിലും പ്രതി ബെയിലിൻ ദാസ് ഇന്ന് പൂജപ്പുര ജയിലിൽ കഴിയേണ്ടി വരും. നാളെയായിരിക്കും പ്രതി ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11 പരിഗണിക്കുക. ഇതിനകത്ത് ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതി ബെയിലിൻ ദാസുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ JMFC കോടതിയിലേക്ക് എത്തിയത്. കോടതിയിലെത്തിയതിന് പിന്നാലെ വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദമുണ്ടായിരുന്നു. ഇതിനകത്ത് പ്രതിഭാഗം സ്വാഭാവികമായിട്ടും പറഞ്ഞത് പ്രതി സമൂഹത്തിൽ റെപ്യൂട്ടറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്, പ്രതിക്ക് കുടുംബമുണ്ട്, 3 കുട്ടികളുണ്ട്, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ശ്യാമിലിയും ബെയിലിൻ ദാസിനെ അടിച്ചു എന്നുള്ള കാര്യം കൂടി പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നു. പ്രതിയുടെ കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്, പ്രതി കാഴ്ച പരിമിതിയുള്ള ആളാണ്. അപ്പോൾ ശ്യാമിലിയും പ്രതിയെ മർദ്ദിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് പ്രതിഭാഗം കോടതിയിൽ വാദിക്കാൻ ശ്രമിച്ചത്. എന്നാൽ പ്രോസിക്യൂഷന് വേണ്ടി കോടതിയിൽ വാദിച്ച കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് BNS 183 പ്രകാരമുള്ള മൊഴി പ്രതിയുടെ ഭാഗത്ത് നിന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റൊന്ന്, പ്രതി ഉന്നത സ്വാധീനമുള്ള ആളായതുകൊണ്ട് ഇരയെയും മറ്റ് സാക്ഷികളെയും സ്വാധീനിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം അടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പ്രതിക്ക് ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി പോയത്. പ്രതിയെ 14 ദിവസത്തേക്കാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11 ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതിയെ അല്പസമയം മുമ്പ് പൂജപ്പുര ജയിലിലേക്ക് കൊണ്ടുവന്നിരുന്നു. ശിക്ഷാവിധി കഴിഞ്ഞ ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ പ്രതിയെ അല്പസമയം മുമ്പാണ് പൂജപ്പുര ജയിലിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് എന്തായാലും ഈ ഒരു രാത്രി പ്രതി ബെയിലിൻ ദാസ് പൂജപ്പുര ജയിലിൽ കഴിയേണ്ടി വരും. നാളെ പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയും ചെയ്യും. എന്തായാലും ഇക്കാര്യത്തിൽ പൂർണ്ണ സംതൃപ്തിയുണ്ട്, തനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നുള്ള ഒരു പ്രതികരണമാണ് ഇരയായിട്ടുള്ള ശ്യാമിലി നടത്തിയത്. എന്തായാലും നീതിപീഠം പൂർണ്ണമായിട്ട് ശ്യാമിലിക്കൊപ്പം നിന്നു എന്നുള്ളത് നമുക്ക് തർക്കമില്ലാതെ പറയാം. എന്തായാലും ഇതിനകത്തെ ആദ്യഘട്ടത്തിൽ ബാർ കൗൺസിലും ബാർ അസോസിയേഷനും പ്രതി ബെയിലിൻ ദാസിനെതിരെ ചില അച്ചടക്ക നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ പോലും പ്രതി ബെയിലിൻ ദാസിന് വേണ്ടി ഒരു കൂട്ടം അഭിഭാഷകർ പിന്നീട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇന്നലെ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു കൂട്ടം അഭിഭാഷകർ പ്രതി ബെയിലിൻ ദാസിന്റെ പിന്തുണയുമായിട്ട് എത്തുകയും നിനക്ക് ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്തതാണ്. ഇന്നും സമാനമായ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇരയായിട്ടുള്ള ശ്യാമിലിക്ക് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയത്തക്കത്തിലുള്ള മർദ്ദനമല്ല ഏറ്റത്. അങ്ങേയറ്റം ക്രൂരമായ മർദ്ദനത്തിന് ശ്യാമിലി ഇരയാകേണ്ടി വന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിഗണിച്ചുകൊണ്ടാണ് പ്രതി ബെയിലിൻ ദാസിന് ജാമ്യം നിഷേധിക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. ഒപ്പം പറഞ്ഞ വാദങ്ങൾ എന്തൊക്കെയാണ്? അതായത് ശ്യാമിലിയാണ് തന്നെ മർദ്ദിച്ചത് എന്നുള്ള വാദമൊക്കെ ബെയിലി ഉയർത്തിയിരുന്നല്ലോ. ഇതിനോട് കോടതി എങ്ങനെയാണ് പ്രതികരിച്ചത്? നൗഫൽ, 2 കാര്യങ്ങൾ. അതായത് ആദ്യം ഈ പ്രതിഭാഗത്തിന്റെ വാദം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ഓഫീസിനുള്ളിൽ നടന്ന സംഭവമാണ്. ഓഫീസിനുള്ളിൽ 2 ജൂനിയർ അഭിഭാഷകർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. അതിനിടയിലേക്കാണ് ഈ പറയുന്ന ബെയിലിൻ ദാസ് ഇടപെടാൻ പോയത്. അവിടെ വെച്ച് ഈ ഒരു പ്രകോപനത്തിന്റെ പേരിൽ ഇയാൾ മർദ്ദിച്ചു എന്നുള്ള കാര്യങ്ങൾ കോടതിയിൽ പറയുന്നുണ്ട്. അപ്പോഴും ഈ പറയുന്ന പോലെ ഒരു പ്രകോപനത്തിന്റെ പേരിൽ ബോധപൂർവ്വം മർദ്ദിച്ചതല്ല, ഒരു പ്രകോപനത്തിന്റെ പേരിൽ മർദ്ദിച്ചതാണ്. അപ്പോൾ ആ മർദ്ദനത്തിന്റെ ഭാഗമായിട്ട് ശ്യാമിലിയും തിരിച്ചു തന്നെ മർദ്ദിച്ചു എന്നുള്ള കാര്യം പ്രതി കോടതിയിൽ പറയുന്നുണ്ട്, പ്രതിഭാഗവും കോടതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അതിനെ മുഖവിലയ്ക്ക് കോടതി എടുത്തില്ല. കാരണം ഈ പറയുന്ന ഇരയുടെ മുഖത്തേറ്റ ആ ഒരു മുറിവ് അത് മറ്റൊരു തെളിവുകളും തന്നെ അതിനാധാരമായിട്ട് വേണ്ട. അപ്പോൾ ഇരക്കേറ്റ മർദ്ദനം അങ്ങേയറ്റം
ക്രൂരകരവും പൈശാചികവുമാണ് എന്നുള്ള കാര്യം കോടതി കൃത്യമായിട്ട് പ്രോസിക്യൂഷന് വേണ്ടി അത് മനസ്സിലാക്കുന്നു. അതേ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു വിധി കോടതി എഴുതുകയും ചെയ്തത്. അതിനകത്ത് എടുത്തു കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നേരത്തെ BNS പ്രകാരം BNS 126 ക്ലോസ് 2, 115 ക്ലോസ് 2, അതോടൊപ്പം തന്നെ 74 പുതുതായിട്ട് ആഡ് ചെയ്ത 118 ക്ലോസ് 3, ഈ പറയുന്ന 4 വകുപ്പുകൾ. അതിനകത്ത് ഇന്ന് ആഡ് ചെയ്ത പുതിയ വകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ബെയിലബിൾ ഒഫൻസ് ആണ്. മറ്റേത് 74 മാത്രമാണ് നോൺ ബെയിലബിൾ. അപ്പോൾ ഈ നോൺ ബെയിലബിൾ ഒഫൻസ് പ്രകാരം ആ കാര്യം ഒരു സ്ത്രീക്കെതിരായുള്ള അതിക്രമം, സ്ത്രീയെ ബോധപൂർവം അതിക്രമിക്കൽ, പരിക്കേൽപ്പിക്കൽ, അങ്ങനെ തുടങ്ങിയ BNS-ലെ 74-ാം വകുപ്പ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് കോടതി പ്രതി ബെയിലിൻ ദാസിന് ജാമ്യം നിഷേധിച്ചത്. അതോടൊപ്പം തന്നെ BNS 183 പ്രകാരമുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പ്രതി ബെയിലിൻ ദാസിന് കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ട് റിമാൻഡ് ചെയ്തത്. ശ്യാമലിയെ മർദ്ദിച്ച ബെയിലിൻ ദാസിനെ അല്പസമയം മുമ്പ് ജയിലിൽ എത്തിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് ഷിജോ കുര്യൻ നൽകിയത്.